ദൈവത്തിന് സ്തുതി. ഏറ്റവും പ്രിയമുള്ളവരെ, 2024 ഡിസംബർ 2-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുന്നത്, എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്ഥലം ലഭിക്കും. ഏതു കാര്യത്തിനാണെങ്കിലും ദൈവം ഒരുക്കുന്ന ഒരു സ്ഥലം നമുക്കുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് ലോകമെങ്ങുമുള്ള ജനതകള് കണക്കെഴുതിക്കണം. യോസേപ്പും മറിയവും യൂദായിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് അവര് ബെത്ലഹേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. രാജാവിന്റെ കൽപ്പനയാണ്. അവര് പോകുമ്പോൾ മറിയം പൂർണ്ണ ഗർഭിണിയാണ്. ബെത്ലഹേമിൽ അവർ എത്തിച്ചേർന്നു. അവർ സ്ഥലം പലയിടത്തും അന്വേഷിച്ചു. ധാരാളം ആളുകളെ തിങ്ങി വന്നിരിക്കുകയാണ് അവരുടെ കണക്കെഴുതിക്കാനായിട്ട്. അതായത് അവരുടെ ബർത്തും മരണവും അവരുടെ വീട് ചരിത്രങ്ങളും ഒക്കെ എഴുതിക്കാനായിട്ട് ചെന്നിരിക്കുകയാണ്. സെൻസസ് നടക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയായ മറിയം പ്രസവിക്കാനായിട്ട് ദൈവം ഒരുക്കി കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു പുൽത്തൊഴുത്താണ്. കന്നുകാലികൾക്കൊക്കെ ഭക്ഷണം, പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്ന ആ സ്ഥലമാണ് പുൽത്തൊട്ടി. ഞാൻ അവിടെ ദീർഘസമയം ചെലവഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ബെത്ലഹേമില്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലേക്ക് ചെല്ലുകയാണ്. അവിടെ അന്ന് തിരക്കുകളൊന്നുമില്ല. മുസ്ലിം സഹോദരങ്ങളുടെ എന്തോ പെരുന്നാളോ എന്തോ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ബെത്ലഹേമില് ഒട്ടും തിരക്കില്ല. അവിടെ ഞങ്ങൾ ചെന്നു. ഉണ്ണി പിറന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു നക്ഷത്ര ചിഹ്നത്തില് മനോഹരമായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ആ ഉണ്ണി പിറന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തലവെച്ചിട്ട് കുറെ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അരികിൽ വന്നുപോയിട്ടുള്ള സകല മനുഷ്യരെയും, രോഗികളായിട്ടുള്ള മനുഷ്യരെയും, സ്വന്തമായൊരു ഭവനമില്ലാത്തവരെയും, ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ സാധിക്കാത്ത ആളുകളെയും എല്ലാം യേശുവേ, ഉണ്ണി യേശുവേ, അങ്ങ് പിറന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ദീർഘനേരം ആ ഉണ്ണി പിറന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, എവിടെയെങ്കിലും നമുക്ക് സ്ഥലം കിട്ടും. പല ആളുകളും എന്നോട് പറയാറുണ്ട്, അച്ഛാ, ഞങ്ങൾക്കൊരു വീട് വെച്ചാൽ കൊള്ളാം. 4 സെന്റും 5 സെന്റും 10 സെന്റും സ്ഥലമുണ്ട്, പക്ഷെ വീട് പണിയാൻ പറ്റുന്നില്ല. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. ഈ സങ്കീർത്തനം ഞാൻ അവരോടൊക്കെ ആവർത്തിച്ച് ചൊല്ലാൻ പറയും. വീടുമില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നീ സങ്കീർത്തനം 57 1-ാമത്തെ വചനം എല്ലാ ദിവസവും 250 പ്രാവശ്യം ചൊല്ലുക. കർത്താവെ കൃപയാകണമേ, കർത്താവെ കൃപ തോന്നണമേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിന്റെ കീഴില് ഞാൻ അഭയം പ്രാപിക്കുന്നു. 300 ദിവസം ഭാര്യയും ഭർത്താവും മുട്ടുകുത്തി നിന്ന് കൈകൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്കൊരു സ്ഥലം ഒരുക്കി കൊടുത്തു. ഒരു മനുഷ്യന് 10 സെന്റ് സ്ഥലം അവർക്ക് ഫ്രീ ആയി കൊടുക്കാനായിട്ട് നല്ല മനസ്സ് തോന്നിച്ചു. മറ്റുള്ളവർക്ക് അവന് വീട് വെച്ചു കൊടുക്കാനായിട്ട് ദൈവം തോന്നിച്ചു. അടിമാലിക്ക് പോകുന്ന വഴിക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയം പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലെ ഒരു അനുഭവം അന്നത്തെ വികാരി പറഞ്ഞത് എൻ്റെ മനസ്സിൽ വരികയാണ്. പള്ളി പൊളിച്ച്
പഴയ ഓടുകളൊക്കെ ഇറക്കിയിട്ട് ഈ വൈദികനും 2-3 കുട്ടികളും ഇരുന്ന് ആ ഓടുകളൊക്കെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ആ വണ്ടിയിലൂടെ ഒരാൾ വന്നു, വർത്താനം പറയുന്ന അവസരത്തിൽ അച്ഛനാണ് ഈ ഓട് ഇരുന്ന് തേച്ച് കഴുകുന്നതെന്ന് മനസ്സിലാക്കി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പുതിയ പള്ളിയല്ലേ, ഈ പുതിയ പള്ളിക്ക് പഴയ ഓട് ഇടണ്ട. തൃശ്ശൂരുള്ള ഒരു നല്ല മനുഷ്യൻ ആ പള്ളിക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഈ അടിമാലിക്ക് പോകുന്ന മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. യോസേപ്പിതാവും മറിയവും മറിയത്തിന്റെ ഉള്ളിൽ യേശുവുമായിട്ട് നടക്കുകയാണ്. എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു സ്ഥലം തരുമോ? ഇവിടെ സ്ഥലമില്ല. ഇങ്ങനെ മുട്ടാത്ത വാതിലുകളില്ല, സ്ഥലങ്ങളില്ല. അവസാനം പ്രസവത്തിന്റെ സമയമായപ്പോൾ കന്നുകാലികൾ മേയുന്ന സ്ഥലത്ത് ബെത്ലഹേമില് ഒരു സ്ഥലം ലഭിച്ചു. അവളുടെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് ആ പുൽത്തൊട്ടിയിൽ കിടത്തി. ജനനത്തിന് ശേഷമാണ് ആ സ്ഥലം എല്ലാവരും അറിയാനിടയായത്. എത്രയോ കോടി ജനം ഉണ്ണിയേശു പിറന്നു അവിടെ കിടത്തി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ആരാധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, തലവെച്ചിട്ടുണ്ട്, ഉമ്മ കൊടുത്തിട്ടുണ്ട്. ദൈവം ജനിക്കുമ്പോൾ പ്രദാനം ചെയ്യുന്നില്ലെങ്കിലും പിന്നീട് നമുക്ക് 1000 ഉമ്മകൾ കിട്ടും. പിന്നീട് 1000 വേദികൾ നമുക്ക് തരും. ലോകത്തിലെ പ്രശസ്തരായ മക്കളെയൊക്കെ അന്വേഷിച്ചു നോക്കുക. ഒരു സ്ഥലവും കിട്ടാതെ വിഷമിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ അരികിലിരുന്ന് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പെട്രോൾ പമ്പിൽ പോയിരുന്ന് രാത്രിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ഉയർന്ന മാർക്കോടെ ജയിക്കും. രാത്രിയിൽ പണിയെടുക്കുന്ന +1 +2 കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ജയിക്കും, നല്ല ജോലികൾ കിട്ടും. വെറും കട്ടൻ കപ്പിയും നിന്ന് കട്ടൻ കാപ്പിയും കുടിച്ച് വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യുന്ന +2 കുട്ടികളെ എനിക്കറിയാം. ഞാൻ ഈ അടുത്ത നാളുകളില് ഒരു റിസോർട്ടിൽ ചെന്നു. എൻ്റെ ഒരു സുഹൃത്തിന്റെ റിസോർട്ടിലാണ്. മനോഹരമായ കൈയക്ഷരവും പടം വരയ്ക്കാനും കഴിവുള്ള ആ പയ്യൻ രാത്രികളില് അവിടെ ജോലി ചെയ്യുകയാണ്. +2 കഴിഞ്ഞ് അവന്റെ പഠനത്തിന് വേണ്ട ധനം ശേഖരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ദൈവം വഴിയൊരുക്കി തരും. ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ ഒരു പുൽത്തൊഴുത്തെങ്കിലും കിട്ടിയില്ലേ? അവരെ പരിചരിക്കാൻ സ്വന്തം അമ്മയും യോസേപ്പിതാവും ഇല്ലായിരുന്നോ? ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഈ ക്രിസ്മസിന്റെ 2ാമത്തെ ദിവസം ഡിസംബർ 2-ാം തീയതി നിങ്ങൾക്കുള്ള സന്ദേശവും ഇതാണ്. എവിടെയെങ്കിലും ദൈവം നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പഠിക്കാൻ ഒരു സ്ഥലവും കിട്ടാതെ വിഷമിക്കുന്ന പല വ്യക്തികളെയും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലോ. മാർക്കുണ്ടായിട്ടും പോകാൻ സാധിക്കാത്ത, പണമില്ലാത്തതുകൊണ്ട് പോകാൻ സാധിക്കാത്ത കുട്ടികളെ സഹായിക്കുന്ന ധാരാളം മക്കളുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ. അവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വന്തമായ ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊരു വീട് കൊടുക്കാനിടയാകണമേ. ചികിത്സയ്ക്ക് മരുന്നില്ലാതെ, പൈസയില്ലാതെ വലയുന്ന മക്കളുണ്ടല്ലോ, അവരെയൊക്കെ ആ പുൽത്തൊഴുത്തിലേക്ക്, അവിടെ ഇട്ട കച്ചിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കച്ചിയിൽ ജനിച്ച്, ദാരിദ്ര്യത്തിൽ ജനിച്ച്, ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഈ 140 കോടി ജനത്തിൽ വളരെയധികം മക്കളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്രിസ്മസിന്റെ സന്തോഷം നക്ഷത്രങ്ങൾ ഇടുന്നതിൽ മാത്രമല്ല, ദീപാലങ്കാരങ്ങൾ നടത്തുന്നതിൽ മാത്രമല്ല, തഴയപ്പെട്ടവരെ ഒരു മെഴുകുതിരിയായി കണ്ട്, ഒരു നക്ഷത്രമായി കണ്ട്
അവർക്ക് പറ്റുന്ന സഹായം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഡിസംബർ 2-ാം തീയതി എല്ലാവർക്കും ക്രിസ്മസിന് ഒരുക്കമായ നല്ലൊരു പ്രാർത്ഥനയാകട്ടെ. ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തില് 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളെല്ലാവരും ഒരു 5 പ്രാവശ്യം വായിക്കണം. അവർക്ക് സ്ഥലം കിട്ടിയില്ല, ഒരു പുൽത്തൊഴുത്ത് കിട്ടി. ഒരു പുൽത്തൊഴുത്തെങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കും. യേശുവിൻ്റെ മഹത്വം നിങ്ങളിൽ പ്രകാശിക്കട്ടെ.